വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ടിപ്സ് ആണ്. സ്ത്രീകളും കേൾക്കുക, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങളുടെ പുരുഷന്മാരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ. ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ആവേശകരമാണ് അല്ലെ. വളരെ ആവേശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലൈംഗിക ബന്ധം എന്നുള്ളത്. എന്നാൽ ക്ലൈമാക്സിലേക്ക് കയറാൻ നിങ്ങൾ തിരക്കിലാണെങ്കിൽ നിങ്ങളുടെ ഇണയ്ക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആദ്യമേ ഞാൻ ആ ഒരു കാര്യമാണ് പുരുഷന്മാരോട് പറയുന്നത്. അവൾ സാവധാനം രതിമൂർച്ചയിൽ എത്താനായിരിക്കും ആഗ്രഹിക്കുന്നത്. പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലൈംഗിക ബന്ധത്തിന്റെ പ്രധാന കാര്യങ്ങൾക്ക് മുമ്പ് ചില സമയങ്ങള് നിങ്ങൾ അവൾക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കണേ. പ്രിയപ്പെട്ട പുരുഷ സുഹൃത്തുക്കളെ, നിങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാനാവാത്ത ഒരു രതിയാണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ലൈംഗിക പൂർവ്വ കേളികൾ നിർബന്ധമാണ്. അതിന്റെ ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറയുന്നില്ല, യൂട്യൂബിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വാക്കുകൾ കഴിവതും ഒഴിവാക്കുന്നത്. ലൈംഗിക പൂർവ്വ കേളികൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒക്കെ അറിയായിരിക്കും. പക്ഷെ എല്ലാവരും അത് ചെയ്യാറില്ല. അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അവളെ തൊടുന്നതും ഉമ്മ വെക്കുന്നതും അതുപോലെ എന്ത് നിങ്ങൾ അതിനു മുമ്പ് സ്നേഹത്തോടെ ചെയ്യുന്നതെല്ലാം ആ ഒരു ലൈംഗിക പൂർവ്വ കേളിയിൽ പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കരുതലും ലൈംഗിക സംതൃപ്തി അവൾക്ക് ഉറപ്പാക്കുന്നതാണ്. എങ്ങനെ ലൈംഗിക പൂർവ്വ കേളികൾ തുടങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി ഒരു സ്ത്രീക്ക് തന്റെ മുടിയിലൂടെ വിരല് ഓടിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് കേൾക്കുന്ന സ്ത്രീകള് മനസ്സിൽ വിചാരിക്കും, ഈ മനുഷ്യൻ പറയുന്നത് വളരെ കറക്റ്റ് ആണല്ലോ എന്ന്. തങ്ങളുടെ മുടിയിഴകളിലൂടെ തന്റെ ഭർത്താവ് വിരലോടിക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അവൾക്കതൊരു എന്താ പറയാ, ഒരു പ്രത്യേക ഒരു കെയറിങ് തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു അനുഭവമാണുള്ളത്. മുടിയെ പിടിക്കുമ്പോ ചൊറിഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തലയിൽ മാന്തുക എന്നുള്ളതല്ല കേട്ടോ. വളരെ മെല്ലെ മെല്ലെ തലോടണം. ആ വിരലിന്റെ അറ്റം കൊണ്ട് ഒരു മസാജ് ചെയ്യുന്ന പോലെയുള്ള തഴുകൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവളുടെ മുടി നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ഒരു പരിപാടി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ. അതിൽ കൂടെയും നിങ്ങൾക്ക് അവളോട് തന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ പുരുഷന്മാർക്ക് സാധിക്കും. അത് അവളെ ഒരുപാട് സന്തോഷത്തിൽ ആക്കുകയും ചെയ്യും. അവളുടെ മുടിയിലൂടെ കൈവിരലുകൾ എടുത്ത് തലയോട്ടിയിൽ തൊടുമ്പോൾ അവൾക്കത് നല്ല സംതൃപ്തി പകരും. അത് അവളെ ലൈംഗികതയിലേക്ക് ഉണർത്തും. ഇതൊക്കെ നിങ്ങൾക്കറിയാമോ പുരുഷന്മാരെ? ചിലർക്ക് നന്നായിട്ട് അറിയാം. ഇല്ലെന്ന് ഞാൻ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുമൊന്നുമല്ല കേട്ടോ. ചിലർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. തങ്ങളുടെ ഇണയെ എങ്ങനെ കയ്യിലെടുക്കാമെന്നുള്ളത് ചില പുരുഷന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ ഭൂരിപക്ഷം പേർക്കും അറിയത്തില്ല. അവരുടെ കാര്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ അങ്ങനെയാണ്. ഇനി അടുത്തതായിട്ട് എന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുത്തില് ചുംബിക്കുക. സ്ത്രീയുടെ കഴുത്തെന്ന് പറയുന്നത് അവൾക്ക് നന്നായിട്ട് ഉത്തേജനം ലഭിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങളുടെ സ്പർശവും ചുംബനവും അവൾ ഇഷ്ടപ്പെടുന്നതാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കഴുത്തിൽ നിങ്ങളുടെ ചുംബനം, നാക്കുകൊണ്ടുള്ള നിങ്ങളുടെ ചില കളികളും അവളെ കൂടുതൽ ഇഷ്ടപ്പെടുത്തും. ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ ആ ഒരു പരിവേഷണ യാത്ര തുടങ്ങാൻ കഴിയുന്ന ഒരു സെൻസിറ്റീവ് സോണാണ് കഴുത്തെന്ന് പറയുന്നത്. അവിടെ നിന്നൊന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. അവളുടെ കഴുത്തിന്റെ പിന്നിലൊക്കെ ചെറിയ നേർത്ത ചുംബനങ്ങൾ നട്ടു വളർത്തുക. എനിക്ക് ചില സാഹിത്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ക്ഷമിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ചുംബനങ്ങൾ മാത്രമല്ല, നാവുകൊണ്ടും നിങ്ങൾക്ക് ചില സാറ്റുകളൊക്കെ അവിടെ കളിക്കാം. ഓക്കെ. അപ്പോ കഴുത്ത് നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങളുടെ പങ്കാളിയുടെ നിതംബം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചന്തി. മനസ്സിലായോ? പഴയ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജയഭാരതി, ഷീല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളിൽ, പ്രത്യേകിച്ച് പാട്ട് സീനുകളിലൊക്കെ നായികമാരുടെ
നിതംബമൊക്കെ എടുത്ത് കാണിക്കുന്ന സീനുകളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. അന്നത്തെ ഒരു സ്ത്രീയുടെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വടിവൊത്ത നിതംബം എന്നൊക്കെ പണ്ട് കാലത്തുള്ളവർ പറയുമായിരിക്കും. ഇപ്പം എല്ലാവരും മെലിഞ്ഞിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്കറിയില്ല, പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കതറിയാം. അങ്ങനെയൊക്കെയാണ് ഈ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. നിതംബം എന്ന് പറയുന്നത് ലൈംഗികതയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഇണയുടെ പിൻവശം എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ ഉണർത്താൻ വേണ്ടി ഉള്ള ഒരു ഭാഗമാണ് എന്ന് ഞാൻ പറയും. അതിനാൽ അവിടെ കൂടെ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കണേ. ഫ്രണ്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാട്ടാ. ഒരു സ്ത്രീയുടെ പിൻവശത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഒരു ഐഡിയ ഇല്ല. എന്നാ ചേട്ടന്മാരെ ഇങ്ങനെയൊക്കെ? നിങ്ങളുടെ കൈ കൊണ്ട് അവളുടെ പിൻവശത്തെ പതുക്കെ പതുക്കെ തലോടുക. സ്പൈനലിൽ മെല്ലെ തൊട്ട് തൊട്ട് ഉണർത്തുക. നിങ്ങൾക്കായി അവൾ ഒരു കുതിച്ചു ചാട്ടം നടത്തുവാൻ തയ്യാറെടുക്കും. ഉറപ്പാണ്. പരീക്ഷിച്ചു നോക്കിക്കോ. ഓക്കെ. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ നിതംബത്തിൽ ഒന്ന് കശക്കി വിടുക എന്നൊന്ന് അമർത്തിക്കോ. ഒരു കുഴപ്പമില്ല. അവൾക്കത് സന്തോഷം തരുന്ന കാര്യമാണ്. അതവൾക്ക് കൂടുതൽ സുഖമാണ് നൽകുക. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ അതിൽ ഉമ്മ വെക്കുന്നതും തലോടുന്നതും സ്ത്രീകൾ സ്വകാര്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവര് പറയത്തില്ല. എന്നാന്ന് പറഞ്ഞാൽ നാണക്കേട്. അയ്യോ, എന്റെ ചേട്ടൻ എന്നാ വിചാരിക്കും? അവിടെയൊക്കെ ഉമ്മ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങേര് ഇനിയും ഇവളെ ഏത് ടൈപ്പാന്ന് വിചാരിക്കുമോ? അങ്ങനെയൊക്കെയാണ് ഈ സ്ത്രീകളുടെ ഒരു ചിന്താഗതി. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞൊക്കെ അങ്ങ് ചെയ്യേ. ലൈംഗികത എന്ന് പറയുന്നത് നന്നായിട്ട് ആസ്വദിക്കാനുള്ളതാണ്, അറിയാവോ? അല്ലാതെ ചുമ്മാ ഒരു ടൈം ടേബിൾ പോലെ ചെയ്യാനുള്ളതല്ല. ആസ്വദിക്കണം. ലൈംഗികത എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്. മനസ്സിലായോ? ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നതും അതൊക്കെ തന്നെയാണ്, നല്ല ലൈംഗികത. ഇനിയും ഇന്നർ തൈ അടുത്ത ഭാഗമാണ്. ഇന്നർ തൈ എന്ന് പറയുന്നത് എന്നാണ്? ഇന്നർ തൈ, മാവിൻ തൈ, തെങ്ങിൻ തൈ, പ്ലാവിൻ തൈ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ ഇന്നർ തൈ എന്നുള്ളത്? എല്ലാവർക്കും അറിയാൻ മേലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. അറിയായിരിക്കും, എനിക്കറിയാം. അവളുടെ ആന്തരിക തുടകളെ ആണ് ഇന്നർ തൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് യോനിയോടടുത്തുള്ള തുടഭാഗങ്ങൾ, യോനിയുടെ ചുറ്റുമുള്ള ആ ഒരു ഭാഗങ്ങളും അതുപോലെ യോനിയോടടുത്ത് നിൽക്കുന്ന തുടയുടെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഒരുപാട് നാഡീ ഞരമ്പുകളുണ്ട്, സുഖത്തിന്റെ നാഡീ ഞരമ്പുകൾ. വിരൽ കൊണ്ട് തൊട്ടാൽ ഒരുപാട് നല്ല രാഗങ്ങൾ പൊഴിക്കുന്ന ആ തുടഭാഗങ്ങളെ നിങ്ങൾ ഒഴിവാക്കരുത്. ഒഴിവാക്കിയാൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ പൊട്ടത്തരമായിരിക്കും ലൈംഗികതയിൽ എന്ന് ഞാൻ പറയും. ഒരുപാട് സംവേദനക്ഷമതയാണ് ആ ഭാഗത്തുള്ളത്. അവളുടെ ജനേന്ദ്രിയങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിന് മുമ്പ് അവിടെ തൊട്ടു തലോടാനും ഉമ്മ വെക്കാനും വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാനും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതും ഒന്ന് ചെയ്തു നോക്കൂ. പക്ഷെ കടിയുടെ ആ ഒരു ബലം കൂടി പോകരുത്. പെണ്ണും പിള്ള വേറെ വല്ലതും എടുത്തിട്ട് നിങ്ങളുടെ തലക്കിട്ടടിക്കും ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് പതുക്കെ വേണം. മനസ്സിലായോ? അപ്പോ നിങ്ങൾക്ക് അതും ആ കാര്യവും മനസ്സിലായി. അപ്പൊ അടുത്തൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൊന്ന് അടിച്ചേച്ചും കൂടെ പോവുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.